ഞാൻ വിചാരിക്കുന്നത് ഈ ഇന്ത്യ കപ്പിൽ മുത്തമിട്ടതിന് ശേഷമുള്ള ബീച്ചിലെ കാഴ്ച എന്തായിരിക്കും എന്നാണ്. കാരണം അത്രയധികം ആളുകൾ ഇവിടെ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കപ്പ് തൂക്കില്ലേ? വലിയ ആവേശം നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നു. ഒരുപാടധികം ആളുകൾ വലിയ ആവേശം വിതച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പോലീസിനൊക്കെ ആളുകളെ നിയന്ത്രിക്കാൻ തന്നെ ഒരുപാടധികം അവർ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമുക്ക് കുറച്ചുപേരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കാം. എന്തോരം ആളുകളാണ് കോഴിക്കോട് ബീച്ചിൽ. ഒരുപക്ഷെ കോഴിക്കോട് ബീച്ചിൽ 3 ഇടങ്ങളിൽ ഇത്തരത്തിൽ മത്സരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോ ചോദിക്കട്ടെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യം സെഞ്ചുറിയേക്ക് എത്താൻ കഴിയാത്തതിൽ ചെറിയൊരു പ്രയാസം. ഹാഫ് സെഞ്ചുറി അടിച്ചതിൽ ഹാപ്പിയാണ്. ഓക്കെ, ഇതാ ഒരുപാടധികം ആളുകൾ. ഇപ്പൊ നമ്മളിപ്പോഴാണ് ഇതിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. ഇതില്ല അത്രയധികം ആളുകൾ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് മുൻഭാഗത്ത് ഒരു അങ്കിൾ വന്നിട്ടുണ്ട്. അങ്കിൾ, എങ്ങനെയുണ്ട് മത്സരം? ഒരേ സമയം ഫോണിലും കാണുന്നുണ്ട്, സ്ക്രീനിലും കാണുന്നുണ്ട്. അങ്കിൾ വീട്ടിലിരുന്ന് കണ്ട ഒരു എനർജി കിട്ടില്ല അല്ലെ? അങ്കിളുടെ ഒരു കൈയ്യടി കൊടുക്കുന്നേ. അദ്ദേഹം ഫോണിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് വീട്ടിലിരുന്ന് കണ്ടാൽ ഈ ഒരു എനർജി കിട്ടില്ലെന്ന്. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന വലിയ പ്രോത്സാഹനവും ഇത് തന്നെയാണ്. എന്തായാലും നോക്കൂ, ആളുകൾ എത്ര മണിക്കൂറുകളായി ഇങ്ങനെ ഇപ്പൊ 7 മണിക്ക് കളി തുടങ്ങിയത് മുതൽ നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഈ റോഡിലൂടെ ഇപ്പൊ റോഡിന്റെ ഒരു ഭാഗത്ത് മൊത്തം സഞ്ജുവിന് വലിയ എക്സ്പെക്ടേഷൻ. ആളുകളെല്ലാം തന്നെ സഞ്ജു സാംസന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. എന്തായാലും അവർക്കത് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്. ചേച്ചി, വേണമെങ്കിൽ താങ്കൾക്കൊക്കെ ഇപ്പൊ വീട്ടിലിരുന്ന് കാണാമായിരുന്നു. അതല്ലാതെ ഇങ്ങോട്ട് വന്നത് ഈ ആവേശം കാണാൻ വേണ്ടിയിട്ടാണോ? വീട്ടിലിരുന്ന് കാണുമ്പോ ഈ ആവേശം കിട്ടില്ല. അങ്കിൾ, എങ്ങനെയുണ്ട്? അപ്പോ നമുക്കറിയാം, സാധാരണഗതിയിൽ തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ ഒരു ദിവസം വരുമ്പോ എന്താണ് അതാണ് എല്ലാവരും ഇന്ത്യ ലോകകപ്പിൽ മുത്തമിടുന്ന ആ കാഴ്ചയ്ക്ക് വേണ്ടി, ആ മനോഹര കാഴ്ച കാണുന്നതിന് വേണ്ടി ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.